നമ്മളിപ്പോൾ പോകുന്നത് മൈസൂർ റെയിൽ മ്യൂസിയം കാണാൻ വേണ്ടിയിട്ടായിരുന്നു. ഇതാണ് മെയിൻ എൻട്രൻസ് എന്ന് പറയുന്നത്. പിന്നെ ഇവിടെ നിന്ന് ടിക്കറ്റ് എടുക്കണം. പെർ ഹെഡ് 50 റുപ്പീസാണ്. പിന്നെ ഇതിലെന്തെല്ലൊക്കെ ഉണ്ടെന്ന് ഞാൻ ഈ വീഡിയോയിൽ കാണിച്ചു തരാം. ഇതാണ് ടിക്കറ്റ് കൗണ്ടർ. ഇവിടുന്ന് എടുക്കുക. പിന്നെ അകത്തേക്ക് കയറി കഴിഞ്ഞാൽ അവിടെ നിന്നും പേയ്മെൻറ്റ് ചെയ്യാൻ പറ്റും. ഇതാണ് ടിക്കറ്റ്. പെർ ഹെഡ് 50 ആണ്. പിന്നെ ഇവിടെ സൗനിയർ ഷോപ്പുണ്ട്. നമുക്ക് ഇവിടുന്ന് ടോയ്സും ചെറിയ ചെറിയ ട്രെയിനിൻ്റെ ടോയ്സും വാങ്ങാൻ പറ്റും. പിന്നെ ഇവിടെ ഒരുപാട് പണ്ട് കാലത്ത് യൂസ് ചെയ്ത ട്രെയിനിൻ്റെ വീല്, പഴയ ബോഗി, അങ്ങനെ കുറേ സംഭവങ്ങളുണ്ട്. അപ്പോൾ ഈ കാണുന്നതൊക്കെ വുഡിനെ കൊണ്ടുണ്ടാക്കിയ ബോഗിയാണ്. പണ്ട് കാലത്തെ എൻജിൻ, എന്ത് എൻജിനാണെന്ന് അറിയില്ല, നോക്കിയില്ല, ജസ്റ്റ് കണ്ടതേ ഉള്ളൂ. ഇതാണ് ലക്ഷറി ക്യാബിൻ, ലക്ഷറി കോച്ച് എന്ന് പറയാം. അത്രയും അടിപൊളി സെറ്റപ്പിൽ ഇത് കോച്ച് ഉണ്ടാക്കിയിട്ടുണ്ട്. ഇത് ഫുള്ള് വുഡാണ്. ഈ നമ്മൾ വിചാരിക്കും മെറ്റലാണ്, പക്ഷേ ഇത് ഫുള്ള് വുഡിനെ കൊണ്ടുണ്ടാക്കിയതാണ്. ഓരോരോ കമ്പാർട്ട്മെൻ്റ് ആക്കിയിട്ട് ക്യാബിനായിട്ട്. അപ്പോൾ ഫസ്റ്റ് AC എന്ന് പറയുന്നത് അതേപോലെ ക്യാബിനായിട്ടുമുണ്ട്. അവിടെ തന്നെ ഡൈനിങ് റൂമുണ്ട്. അങ്ങനെ നല്ലൊരു ലക്ഷറി കോച്ചാണ് ഈ കാണുന്നത്. നല്ല രസമുണ്ട്. അതിന് 63 ഫോട്ടോ ഒക്കെ എടുത്ത് ഇന്നത്തെ ആ ബിൽഡ് ക്വാളിറ്റിയും അതൊക്കെ നോക്കുമ്പോൾ ഇന്നൊന്നുമല്ല. ഇതൊരു സീറ്റിംഗ് ഏരിയ ആണ്. പിന്നെ ബിൽഡ് ക്വാളിറ്റി, പണ്ടത്തെ ബിൽഡ് ക്വാളിറ്റി ഭയങ്കര ജെന്യൂനാണ്. ഇത് കോട്ടാണ്, റിമൂവബിൾ കോട്ട് എന്നാണ് കണ്ടത്. പിന്നെ ഇവിടെ ടേബിള്, ചെയർ അതൊക്കെ കാണുന്നുണ്ട്. പിന്നെ ഇങ്ങോട്ട് വന്നപ്പോഴാണ് ഇവിടെ ഒരു മിനിയേച്ചർ കണ്ടത്. ഒറിജിനൽ മിനിയേച്ചർ, ഒറിജിനൽ ട്രെയിൻ എങ്ങനെയാണോ ഇല്ല അതിൻ്റെ മിനിയേച്ചറാണ് ഈ ഉണ്ടാക്കിയിരിക്കുന്നത്. പിന്നെ ലെഫ്റ്റ് സൈഡ് പോയപ്പം വേറെ എന്തോ ഒരു മെഷീൻ കണ്ട്. ഇവിടെയും ഒരു ചെറിയ മിനിയേച്ചറുണ്ട്. ഇതും നല്ല രസമുണ്ട്. ഇത് മൂവ് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നു. ഞാൻ മൂവ് ചെയ്ത് നോക്കിയപ്പോൾ അത് വീല് കറങ്ങുന്നുണ്ടായിരുന്നു. നല്ല അടിപൊളിയായിട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ആരാ ചെയ്തത്, എവിടുന്ന് ചെയ്തതെന്ന് അറിയില്ല. പിന്നെ ഈ പണ്ട് കാലത്തെ ബ്രിഡ്ജ്, അങ്ങനത്തെ ഈ ഇംഗ്ലീഷുകാരൊക്കെ ഉള്ള ടൈം ബ്രിഡ്ജ് ഉണ്ടാക്കിയ ബ്രിഡ്ജ് കാണുന്നുണ്ടായിരുന്നു. ഇതും ഒരു ബ്രിഡ്ജ് പോലെ ഇത് കാണുന്ന, പാലത്തിൻ്റെ മുകളിൽ കാണുന്ന അതായിട്ടാണ് കണ്ടത്. പിന്നെ ടേബിളുണ്ട്, ചെയറുണ്ട്. കോച്ചിൽ ഉപയോഗിച്ചിരിക്കുന്ന ചെയറാണെന്ന് തോന്നുന്നു. മറ്റേ ടേബിളും, ചെറിയൊരു ടേബിളും കണ്ടു. നമ്മൾ അതൊക്കെ കണ്ട് അവിടെ നിന്ന് പുറത്തിറങ്ങി. അപ്പോൾ ഇവിടെ ചെറിയൊരു ക്യാബിൻ കാണുന്നുണ്ട്. അതെന്താണെന്ന് അറിയില്ല. സീറ്റിംഗ് ഒക്കെ ഇല്ലാതാണ്. പിന്നെ ഈ കാണുന്നത് മറ്റേ കൽക്കരി എഞ്ചിനാണ്. അങ്ങനെ കൽക്കരി നിറക്കുന്നതൊക്കെ കാണുന്നുണ്ടായിരുന്നു. പിന്നെ ഇത് റെയിൽവേ യൂസ് ചെയ്തിരിക്കുന്ന, പണ്ട് കാലത്ത് യൂസ് ചെയ്ത ക്രെയിൻ. ഇത് ചെറിയൊരു റെയിൽവേ സ്റ്റേഷൻ പോലെ ആക്കിയതാണ്. അപ്പുറത്ത് തന്നെ ഒരു ട്രെയിൻ കോച്ചിൻ്റെ ഉള്ളിൽ റെസ്റ്റോറൻറ്റും ഉണ്ട്. ഇത് പണ്ടത്തെ എഞ്ചിനാണ്. പണ്ട് കാലത്തെ എഞ്ചിനൊക്കെ കാണുമ്പോൾ ഈ കാലഘട്ടത്തിലെ എഞ്ചിന് വലിയ രസമൊന്നും തോന്നുന്നില്ല. ഇത് നമ്മൾ അതിൻ്റെ അകത്ത് കയറിയപ്പോൾ ഒരുപാട് എഞ്ചിൻ്റെ ഫോട്ടോസും പണ്ട് കാലത്തെ ന്യൂസ്, പിന്നെ എവിടെയൊക്കെ ട്രെയിൻ യൂസ് ചെയ്തിട്ടുണ്ട്, ഓരോ സൗത്താണ് ഇതൊക്കെ കണ്ട്. പിന്നെ അത് ഒരു മിനിയേച്ചറാണ് വന്ദേ ഭാരതിൻ്റെ. പിന്നെ ഇതാണ് ഈ ടിക്കറ്റ് പ്രിൻറ്റിങ് മെഷീൻ. പണ്ട് കാലത്ത് യൂസ് ചെയ്തിരിക്കുന്ന ടിക്കറ്റ് പ്രിൻറ്റിങ് മെഷീനാണ്. അങ്ങനെ പണ്ട് കാലത്ത് സ്റ്റേഷനിൽ യൂസ് ചെയ്ത ഓരോരോ കാര്യങ്ങൾ, ജനറേറ്റർ, പിന്നെ കുറേ ടിക്കറ്റ് ഇഷ്യൂ ചെയ്യുന്ന മെഷീന്, അതൊക്കെ കണ്ട്. പിന്നെ അവിടെ നിന്ന് ഒരു വാച്ച് ടവർ ഉണ്ടായിരുന്നു. അതിൻ്റെ മുകളിൽ കയറി കാണുന്നതാണ് ഈ കാഴ്ച നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇവിടുന്ന് മറ്റേ മൈസൂർ പാലസ് കാണാൻ പറ്റും, ചാമുണ്ഡി ഹിൽസ് കാണാൻ പറ്റും. അതങ്ങനെ കുറച്ച് വ്യൂ പോയിൻ്റ് ഉണ്ട്. അത് കഴിഞ്ഞ് നമ്മൾ ഇവിടെ ടോയ് ട്രെയിൻ ഉണ്ട്, അത് കയറണം. അപ്പം ഇതാണ്. ഇവിടെയും കുറേ 2-3 ഓരോരോ ട്രെയിനിൻ്റെ ഇതൊക്കെ വെച്ചിട്ടുണ്ട്. ഇതാണ് ടോയ് ട്രെയിൻ. പിന്നെ ഇതാണ് ടോയ് ട്രെയിനും അതിൻ്റെ സ്റ്റേഷനും ചെയ്തിരിക്കുന്നത്. സ്റ്റേഷൻ കാണുമ്പോൾ നല്ല യൂറോപ്പിലൊക്കെ കാണുന്നത് പോലത്തെ സ്റ്റേഷനായിട്ടാണ് തോന്നുന്നത്. ഈ ടോയ് ട്രെയിൻ ഓരോ ടൈമിംഗ് ഉണ്ട്. അപ്പോൾ നമ്മൾ ആ ടൈമിന് കറക്റ്റ് അവിടെ ഉണ്ടെങ്കിൽ നമുക്കത് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മൾ ആ ടൈം ആകുന്നതിന് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. അവിടെ ബോർഡിൽ ടൈമൊക്കെ എഴുതിയിട്ടുണ്ട്. അവർ ബെല്ലടിക്കും. ഇതാണ് ആ ടൈമിങ് എഴുതി വെച്ചത്. ഇവിടെ നിന്ന് ഫോട്ടോസൊക്കെ എടുത്താൽ നല്ല രസമാണ്. നമ്മളങ്ങനെ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് ട്രെയിൻ സ്റ്റാർട്ടാവുന്ന ടൈമിന് വേണ്ടി കാത്തു നിന്ന് കുറച്ചിങ്ങനെ
അവിടെ ഇവിടെയൊക്കെ നടന്ന് കാണാമെന്ന് വെച്ചിട്ട്. അവിടെ ഇവിടെ ആയിട്ട് കുറേ എൻജിനുണ്ട് പഴയ കാലത്ത്. അപ്പോൾ അതൊക്കെ കണ്ടിട്ട് വന്നിട്ട് ടോയ് ട്രെയിനിൽ കയറണം എന്ന് വെച്ചു. ട്രെയിൻ എവിടെ? ട്രെയിൻ പറഞ്ഞ ട്രെയിൻ